കാലമാടന്റെ പെണ്ണ്. രചന നിലാവിന്റെ കൂട്ടുകാരി. അവതരണം സാലിം കരുളായി. രാവിലെ തലക്ക് ഭാരം തോന്നി കണ്ണു തുറന്ന മാള് കാണുന്നത് തന്നെ തന്നെ നോക്കി നിൽക്കുന്ന സ്ത്രീയുടെ മുഖമാണ്. എന്താ മാളജി, തലവേദനിക്കുന്നുണ്ടോ? എന്തെന്നറിയില്ല ശ്രീ, തലക്ക് വല്ലാത്ത കനം. മാള് തലക്ക് കൈ കൊടുത്തുകൊണ്ട് ബെഡിലിരുന്നു കൊണ്ട് പറഞ്ഞു. എങ്ങനെ ഇല്ലാതിരിക്കും, ചേച്ചിക്ക് ഇന്നലെ നടന്നു വരത് ഓർമ്മയുണ്ടോ? സ്ത്രീ പറഞ്ഞത് കേട്ട് മാൾ ഒന്നും മനസ്സിലാകാതെ നോക്കിയതും അവളൊരു ചിരിയോടെ തന്റെ ഫോൺ എടുത്ത് അതിൽ ഇന്നലെ ഷൂട്ട് ചെയ്ത ഒരു വീഡിയോ പ്ലേയിലാക്കി മാളൂന് കാണിച്ചു കൊടുത്തു. വെളിവില്ലാതെ മാള് ഓരോന്ന് വിളിച്ചു പറയുന്ന വീഡിയോ ആയിരുന്നത്. മാള് ദേഷ്യത്തിൽ സ്ത്രീയുടെ നേരെ തിരിഞ്ഞതും അവളൊരു ലോഡ് പുച്ഛം വാരി ഉതറി. ചേച്ചി എന്താ കരുതി? അന്ന് ചേച്ചിയുടെ വന്ന് കളിച്ച നാടകം ഞാനങ്ങ് തൊണ്ട വിശ്വസിക്കുന്നു. എങ്കിൽ തെറ്റി. ഇത് ശ്രീനന്ദയ. എന്നെ നോവിച്ചവരെ ഒന്നും ഞാൻ വെറുതെ വിട്ടിട്ടില്ല. ശ്രീ, അത് പിന്നെ എനിക്കൊന്നും കേൾക്കണ്ട. ഇനിയും ഇത് തുടരാനാ ഭാവമെങ്കിൽ ഈ വീഡിയോ ഇവിടെ ഉള്ളവരെ മുഴുവൻ കാണിക്കും ഞാൻ. ഓർത്താൻ നല്ലതാ. ശ്രീ പറഞ്ഞത് കേട്ട് മാളെന്തോ പറയാൻ വന്നതും ശ്രീയെ ശിവ വിളിച്ചതും ഒപ്പായിരുന്നു. എന്നാ ഞാൻ പോട്ടെ ചേച്ചി, പിന്നെ കാണാവേ. അത് പറഞ്ഞ് ശ്രീ വേഗം അവളുടെ റൂമിലേക്ക് പോയതും മാളെല്ലാം കൈവിട്ട് പോയതുപോലെ ബെഡിലേക്ക്. റൂമിലെത്തിയ ശ്രീ കാണുന്നത് പാൻറ് മാത്രം ഇട്ട് വാർഡ്രോബിൽ എന്തോ തിരക്കിട്ട് തിരിയുന്ന ശരിയാണ്. എന്റെ ദൈവമേ, ഇങ്ങനൊരു ഷർട്ട് എടുത്തിട്ടൂടെ? മാസിലും കാണിച്ചു നിൽക്കണ്, വെറുതെ മനുഷ്യനെ മെനക്കെടുത്താൻ. അവന്റെ കോലം കണ്ട് ശ്രീ സ്വയം വെറുപെടുത്തു. തിരിഞ്ഞു നിൽക്കുന്നത് കൊണ്ട് തന്നെ ശ്രീ വന്നത് ശിവ കണ്ടിട്ടില്ലായിരുന്നു. എടി ശ്രീ, ഓ എന്തിനാ ഒച്ച വെക്കുന്നേ? ഞാനിവിടെ ഉണ്ട്. ഓ വന്നോ? എവിടെ പോയി കിടക്കുമായിരുന്നു നീ? എത്ര നേരമായി വിളിക്കുന്നു? എന്തിനാ വിളിച്ചേ? എൻ്റെ ആ സ്കൈ ബ്ലൂ ഷർട്ട് എന്തേ? അവിടെ കാണും, ഇവിടെ ഒന്നും ഇല്ല. ശിവ പറഞ്ഞത് കേട്ടതും ശ്രീ അവൻ്റെ അടുത്തേക്ക് വന്നു. എടാ ദുഷ്ട, താൻ എന്താണ് ഈ കാണിച്ചു വെച്ചിരിക്കുന്നത്? എൻ്റെ എത്ര നേരത്തെ കഷ്ടപ്പാടാണെന്ന് അറിയോ നിങ്ങളിങ്ങനെ വലിച്ചു വാരിട്ടിരിക്കുന്നത്? ശ്രീ നിലത്തേക്ക് വലിച്ച ഡ്രസ്സ് കണ്ട് ഊരക്ക് കൈ കൊടുത്ത് അവനെ നോക്കി കലിപ്പിട്ടുകൊണ്ട് ചോദിച്ചു. അത് പിന്നെ ഞാൻ. ശിവ എന്ത് പറയണമെന്ന് അറിയാതെ തല തീർത്തിക്കൊണ്ട് അവളെ നോക്കി. എൻ്റെ ഷർട്ട് എവിടെ? പിന്നെ ഇതൊക്കെ എന്തോന്നാ, ഷർട്ട് അല്ലേ? സ്ത്രീയൊക്കെ വാരിയെടുത്ത് ബെഡിലേക്ക് ഇട്ടുകൊണ്ട് ശിവയെ നോക്കി കണ്ണുട്ടി പറഞ്ഞു. അതല്ല, എൻ്റെ ബ്ലൂ ഷർട്ട് എവിടെ? ഞാൻ ഇന്നലെ നിന്നോട് അയൺ ചെയ്ത് വെക്കാൻ പറഞ്ഞതല്ലായിരുന്നു. ഓ, ആ ഷർട്ടാണോ? അതിവിടെ ഇല്ല. അത് ഇന്നലെ ഏട്ടൻ എടുത്തുകൊണ്ട് പോയി. ഈ തെണ്ടികളെ കൊണ്ട് എന്നാ ഏതെങ്കിലുമൊക്കെ നേരത്തെ അയൺ ചെയ്ത് വെക്ക്. എനിക്ക് ടൈമില്ല, ഇന്ന് നേരത്തെ പോകണം. അല്ല, എങ്ങോട്ടാ? അതും പറഞ്ഞ് പോവാമെന്ന ശിവയെ ശ്രീ വിളിച്ചു ചോദിച്ചു. എന്താ? അല്ല, ഇതൊക്കെ ആര് മടക്കി വെക്കും? നീ? അയ്യടാ, എന്റെ പണി ചെയ്യും. വേണേ മടക്കി വെച്ചോ, എനിക്ക് ഇതല്ല പണി. അതും പറഞ്ഞ് ശ്രീ അവന്റെ ഷർട്ട് അയൺ ചെയ്യാൻ പോയതും ശിവ ബെഡിൽ താൻ വലിച്ചു വാരിയിട്ടതൊക്കെ നോക്കി ഒന്നെടുക്കും. ഇതാ. ശ്രീ കണ്ണാടിയിൽ നോക്കി മുടിയും താടിയൊക്കെ ചീകൊതുക്കി വെക്കുന്ന ശിവക്ക് നേരെ ഷർട്ട് നീട്ടിക്കൊണ്ട് പറഞ്ഞതും ശിവ വേഗം അത് വാങ്ങി. എന്താ നിന്റെ മുഖം വല്ലാതിരിക്കുന്നേ? നിന്റെ തലവേദനയിൽ മാറിയിട്ടില്ലേ? ഇനി പനിയുണ്ടോ? ശിവ അവളുടെ നെറ്റിയിൽ തൊട്ട് നോക്കിക്കൊണ്ട് ചോദിച്ചു. അവന്റെ ചോദ്യം കേട്ടതും സ്ത്രീ ആദ്യം ഉണ്ടെന്നും പിന്നില്ലെന്നും താഴ്ന്നു. ചൂടൊന്നുമില്ല, എന്നാലും വേഗം പോയി റെഡി ആയിക്കോ. ഞാനും ശ്യാമും പോകുന്ന വഴി നിന്നെ ഓഫീസിലിറക്കാം. നിങ്ങളെവിടെ പോവാ? കോളേജിലേക്ക്. കോളേജിലേക്കോ? അതെന്താ, അവൻ ഇനി പഠിക്കാൻ പോവാണോ? എന്തിനാ എന്നോട് പറഞ്ഞില്ലല്ലോ? പഠിക്കാനൊന്നുമില്ല, വേണേ നിനക്ക് അവിടെ അഡ്മിഷൻ എടുത്ത് തരാം. അയ്യോ വേണ്ട, ഞാൻ നല്ല കുട്ടിയായി ഓഫീസിൽ നിന്ന് ജോലി ചെയ്തോളാം. ഓക്കെ, നീ ഡ്രസ് ചെയ്ത് വാ. ശിവ പറഞ്ഞത് കേട്ട് ശ്രീ വേഗം പോയി ജഗിനും ടോപ്പും എടുത്ത് ഡ്രസ്സിംഗ് റൂമിലേക്ക് നടന്നു. ഇന്നെന്താ ഇത്? ഇനി സാരിയെ ഉൾക്കൊന്ന് പറഞ്ഞിട്ട് നിനക്ക് മെച്യൂരിറ്റി വേണ്ടേ? അങ്ങനെ സാരി എടുത്തുള്ള മെച്യൂരിറ്റി ഒന്നും എനിക്ക് വേണ്ട. ആവശ്യത്തിൽ കൂടുതൽ എനിക്കുണ്ട്. അത് ആർക്കും തോന്നാത്ത എൻ്റെ കുഴപ്പമില്ലല്ലോ. ഒരിക്കലും അല്ല. അതും പറഞ്ഞ് ശിവ ടൈം പാഡ് എടുത്ത് കയ്യിൽ കെട്ടി പുറത്തേക്ക് നടന്നതും ശ്രീ വേഗം പോയി ഡ്രസ്സ് മാറി വന്നു. രാത്രിയിലുടനീളം ശ്രീ ഇരുവരോടും എന്തിനാ കോളേജിൽ പോകുന്നെന്ന് ചോദിച്ചെങ്കിലും രണ്ടുപേരും പുഞ്ചിരിക്കുകയല്ലാതെ ഒന്നും പറഞ്ഞില്ല. അതുകൊണ്ട് ദേഷ്യം വന്ന് ശ്രീ മുഖവും വീർപ്പിച്ച് പിന്നെ ഒന്നും മിണ്ടാതിരുന്നു. ശിവ ഓഫീസിന്റെ ഫ്രണ്ടിൽ വണ്ടി നിർത്തിയതും ശ്രീ ഇരുവരെയും നോക്കാതെ ചാവിട്ടിത്തുള്ളിലേക്ക്. ശ്യാമിന് ഇഷ്ടമായിരുന്നു PG കഴിഞ്ഞ് ടീച്ചിങ് ഫീൽഡിലേക്ക് പോകണം. അത് മനസ്സിലാക്കിയ ശിവ അവനെയും കൊണ്ട് നേരെ പോയത് നാദ് ഗ്രൂപ്പിന്റെ കീഴിലുള്ള അവിടെ തന്നെ കോളേജിലേക്കായി. അവിടെ തന്നെ അവന് ജോലി ശരിയാക്കിയിരുന്നു. 2 ദിവസം കഴിഞ്ഞ് ജോയിൻ ചെയ്താൽ മതി എന്നുള്ളത് കൊണ്ട് ഇരുവരും ഫോർമാലിറ്റീസ് ഒക്കെ തീർത്ത് അവിടുന്ന് വേഗം ഇറങ്ങി. താങ്ക് യു ഏട്ടാ, താങ്ക് യു സോ മച്ച്.
ഉമ്മ ഉമ്മ. കാറിന്റെ അരികിലേക്ക് നടക്കുന്നതിൽ ശ്യാം സന്തോഷം കൊണ്ട് ശിവയെ കെട്ടിപ്പിടിച്ച് ഉമ്പിച്ചുകൊണ്ട് പറഞ്ഞു, മാറി നിൽക്കട ചേക്ക. ഓ, ഇപ്പൊ നമ്മുടെ ഉമ്മയൊന്നും പറ്റില്ലല്ലേ? എന്തോന്ന്? ഒന്നുമില്ല, ഒത്തിരി സന്തോഷമെന്ന് പറഞ്ഞതാ. ഇനിയെങ്കിലും നിന്റെ ഉഴപ്പത്തിലും നിർത്തി നല്ല രീതിയിൽ ജോലി ചെയ്യാൻ നോക്കി. പിന്നെ നീ ഇനി മുതൽ ഒരു അധ്യാപകനാണ്. ആ ഒരു ബോധം എപ്പോഴും വേണം. അതുപോലെ നിന്റെ ഈ കോഴിത്തരം അത് നിർത്തണം. അതൊക്കെ ഞാൻ എപ്പോഴേ നിർത്തിയേട്ടാ. എന്നാ നിനക്ക് കൊള്ളാം. അത് പറഞ്ഞ് ശിവ കാറിൽ കയറിയതും ശ്യാം ഓടിപ്പോയി കോർഡേഴ്സിൽ കയറിയിരുന്നു. ശ്യാമിനെ വീട്ടിലേക്ക് ശിവ നേരെ പോയത് ഓഫീസിലേക്കായിരുന്നു. ശിവ സ്ത്രീയെ നോക്കിയപ്പോൾ കണ്ടു മുഖവും വീർപ്പിച്ച് തന്നെ ജോലി ചെയ്യുന്നവൾ. ഇടയ്ക്ക് ആരോടുള്ള ദേഷ്യം തീർക്കുന്നത് പോലെ കീപേഡിൽ അമർത്തി കുറിക്കും. അത് കണ്ടതും ശിവ പുഞ്ചിരിയോടെ അവൻ്റെ ക്യാബിലേക്ക് കയറി. കുറച്ചു കഴിഞ്ഞ് ആരോ ഡോറും തുറന്നു വരുന്ന ശബ്ദം കേട്ടതും ലാപ്പിൽ നിന്നും മുഖമുയർത്തി നോക്കിയ ശിവ കാണുന്നത് ഇടിച്ചു കയറി അവൻ്റെ അടുത്തേക്ക് വരുന്ന സ്ത്രീയാണ്. ദാ. സ്ത്രീ കയ്യിലുള്ളൊരു ഫയൽ അവന് നേരെ അവനെ നോക്കാതെ നീട്ടിക്കൊണ്ട് പറഞ്ഞതും ശിവ അത് വാങ്ങാതെ നെഞ്ചിൽ കൈ പിടിച്ച് കെട്ടി അവളെ തന്നെ നോക്കി. അവൻ വാങ്ങാതെ വന്നതും മുഖം തിരിച്ചു നോക്കിയ സ്ത്രീ കാണുന്നത് തന്നെ നോക്കി മാറിൽ കൈകൾ പിണച്ചു കെട്ടി ചേറിൽ ചാരി നിൽക്കുന്ന ശിവയെ. ദേ, കുന്ത വിഴുങ്ങിയതുപോലെ ഇരിക്കാതെ ഇത് വാങ്ങുന്നുണ്ടോ? എനിക്ക് പോയിട്ട് വേറെ പണിയുണ്ട്. എന്ത് പണി? ഫുഡ് കഴിക്കാൻ പോണം. ആദ്യം എന്നെ വെയിറ്റ് ചെയ്യുന്നുണ്ട്. ശിവയെ ഒന്ന് ഒളിക്കണ്ണിന് നോക്കി മുന്നിലേക്കിട്ട മുടി മാടി ഒതുക്കിക്കൊണ്ട് ശ്രീ ശിവയോട് പറഞ്ഞു. ആദ്യം എന്ന് പേര് കേട്ടതും അതുവരെ ശാന്തമായെന്ന ശിവയുടെ മുഖം മാറി. അവനെന്തിനാ നിന്നെ വെയിറ്റ് ചെയ്യുന്നത്? ഫുഡ് കഴിക്കാൻ. ഞങ്ങൾ കോളേജിൽ പഠിക്കുമ്പോൾ ഒരുമിച്ചായിരുന്നു ഫുഡ് കഴിച്ചിരുന്നത്. ഉള്ളിൽ തിരിച്ച് ശ്രീ അവൻ എരിവ് കയറ്റാനെന്ന് വണ്ണം പറഞ്ഞു. അതെന്താ, ഒറ്റയ്ക്ക് കഴിച്ചാൽ നിനക്ക് ഫുഡ് ഇറങ്ങില്ലേ? അവളുടെ രാധിയേട്ടൻ. അവസാനം പറഞ്ഞ സ്ത്രീ കേൾക്കാതെ അവൻ പെരുകുത്തി. ഇല്ല, എനിക്ക് സംസാരിക്കാൻ ടൈമില്ല, ബായ്. അത് പറഞ്ഞ് സ്ത്രീ അവിടുന്ന് പോയി. അവള് പോകുന്നു നോക്കി ശിവ ദേഷ്യത്തിൽ കയ്യിലുള്ള ഫയലെടുത്ത് ടേബിളിലേക്ക് ഇട്ടു. കുറച്ച് കഴിഞ്ഞ് ശിവ ക്യാൻറ്റീനിലേക്ക് പോയപ്പോൾ കാണുന്നത് ഒരു ടേബിളിൻ്റെ അപ്പുറവും ഇപ്പുറവും ഇരുന്ന് എന്തോ പറഞ്ഞ് ചിരിക്കുന്ന സ്ത്രീയെയും ആദിയാണ്. അത് കണ്ടതും ശിവയുടെ മുഖം കുശുമ്പുകയായി. ഇതൊക്കെ തന്നെ കാണിക്കാനുള്ള പ്രശ്നമാണെന്ന് ശിവക്ക് അറിയാമെങ്കിലും സ്ത്രീ മറ്റൊരാളോട് തന്നേക്കാൾ കൂടുതൽ ഇടപഴകുന്നത് അവന് സഹിക്കാൻ പറ്റുന്നുണ്ടായി. ശിവ സ്ത്രീയുടെ അടുത്തുള്ള ഒഴിഞ്ഞ ചെയറിലിരുന്നതും സ്ത്രീ അവനെ ഒന്ന് നോക്കി. പിന്നെ അങ്ങനെ ഒരാൾ തൻ്റെ അടുത്ത് പോലും ഇല്ലെന്ന് നടിക്കാതെ ആദിയോട് സംസാരിച്ചു കൊണ്ട് ഭക്ഷണം കഴിച്ചു. അവളുടെ അവഗണന കണ്ടതും സ്ത്രീയുടെ ദേഷ്യം അതിൻ്റെ മൂതനാവസ്ഥയിലെത്തി. ആദ്യത്തിൻ്റെ ഭക്ഷണം കഴിച്ചു കഴിഞ്ഞില്ലേ? യെസ് സർ. എന്താ പോയി കൈ വാഷ് ചെയ്തോ? അത് പിന്നെ സാർ. ശ്രീ എന്താ? ഒന്നുമില്ല സർ. ശിവയുടെ മുഖത്തെ ഗൗരവം കണ്ട് ആദ്യ വേഗം വാഷ്റൂമിലേക്ക് പോയി. നിങ്ങൾക്ക് എന്തിൻ്റെ സൂക്കേടാ മിസ്റ്റർ? എന്തിനാ ആദ്യം എന്നെ പറഞ്ഞു വിട്ടത്? ഓമൻ പോയാ നിനക്കെന്താടി? എനിക്ക് എന്തായാലും നിങ്ങൾക്കെന്താ? ഞാൻ നിങ്ങളുടെ ആരുമല്ലല്ലോ, അന്യല്ലേ. ഓ, അതാണ് കാര്യമല്ലേ. നിന്നോട് മനഃപൂർവ്വം പറയാതിരുന്നതല്ലൊന്നും. അവനോട് ഇവരെന്താ കാര്യം എന്ന് പറഞ്ഞിട്ടില്ല. നീ അറിഞ്ഞാൽ ശ്യാമിനോട് പറയും. എന്നറിയാവുന്നതുകൊണ്ടാ നിന്നോട് പറയാതിരുന്നത്. എനിക്കൊന്നും കേൾക്കണ്ട, അല്ലെങ്കിൽ എന്നോടെല്ലാം പറയാൻ ഞാൻ നിങ്ങളുടെ ആരാ? ശിവയെ ഒന്നുകൂടെ ദേഷ്യം പിടിപ്പിക്കാൻ വേണ്ടി ശ്രീ അതും പറഞ്ഞ് ഭക്ഷണം കഴിച്ചു കഴിഞ്ഞ് അവിടുന്ന് എഴുന്നേറ്റ് പോയതും ശിവക്കുള്ള ഫുഡ് കൊണ്ട് ആള് വന്നതും ആ ഗ്യാപ്പിൽ ശ്രീ അവിടുന്ന് നോക്കി. പിന്നെ പരമാവധി അവനെ മുന്നിൽപ്പെടാതെ അവൾ ഓരോ തിരക്കുണ്ടാക്കി അവൻ്റെ മുന്നിൽപ്പെടാതെ ഒഴിഞ്ഞു മാറി. വൈകിട്ട് വീട്ടിൽ പോകാൻ ഇറങ്ങിയതാണ് ശ്രീ. ശിവ വരാൻ വൈകുമെന്ന് അറിയാവുന്നത് കൊണ്ട് ശിവയോട് ടാക്സി പിടിച്ച് പോകാനായിരുന്നു അവൻ പറഞ്ഞു. ഇറങ്ങുന്നതിന് മുമ്പായി ശ്രീ ശിവയുടെ അടുത്തേക്ക് പോയപ്പോൾ കാണുന്നത് അവൻ്റെ ക്യാബിനിൽ ഇറങ്ങിപ്പോകുന്ന സാന്ദ്രയാണ്. അവളെ കണ്ടതും ഒരു ലോഡ് പുച്ഛം വാരി ഉതറി ശ്രീ ശിവയുടെ അടുത്തേക്ക്. ശ്രീ നോക്കിയപ്പോൾ വിൻഡോയിലൂടെ പുറത്തേക്ക് നോക്കി ഫോൺ വിളിച്ച് നിൽക്കുന്ന ശിവയാണ് കണ്ടത്. അവൻ്റെ ശ്രദ്ധ പറ്റാൻ വേണ്ടി ശ്രീ ഒന്ന് മുരടനക്കിയതും ശിവ തിരിഞ്ഞു നോക്കിയതും സ്ത്രീയെ കണ്ട് ഫോണ് കട്ട് ചെയ്ത് അവളുടെ അടുത്തേക്ക് വന്നു. ഞാൻ പോവാം. അത് പറഞ്ഞ് ടേബിളിലിരിക്കുന്ന ശിവയുടെ വാലറ്റിൽ നിന്നും തനിക്ക് വേണ്ട ക്യാഷ് എടുത്തു. നെൽക്ക്, ഏട്ടൻ പോകുന്ന വഴിക്ക് കൂട്ടിക്കൊള്ളുന്നില്ലേയും. അതിൻ്റെ ആവശ്യമില്ല. ചേട്ടൻ്റെ ബുദ്ധിമുട്ടിക്കണ്ട, ഞാൻ ആദ്യൻ്റെ കൂടെ പൊക്കോളാം. അത് പറഞ്ഞ് സ്ത്രീ പോകാൻ നിന്നതും പെട്ടെന്നാണ് ശിവ അവളെ പിടിച്ച് വലിച്ച് ചുമരോട് ചേർത്തത്. ദേഷ്യം കൊണ്ട് ചുവന്നവൻ്റെ മുഖം കണ്ടതും സ്ത്രീ അറിയാതെ ഉമ്മനിരക്കി. ആദ്യേട്ടൻ 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 എന്ത് പറഞ്ഞാലും അവളുടെ ഒരു ആദ്യേട്ടൻ. അവൻ ആരടി നിന്റെ? ദേവിയെ കാലിന് കുശുമ്പോ. ഏതായാലും കൊള്ളാം, ഒന്നുകൂടെ മൂപ്പിച്ചേക്കാം. ആദ്യേട്ടൻ എൻ്റെ ആരായാലും നിങ്ങൾക്കെന്താ? നിങ്ങൾ എന്നോടൊന്നും പറയാറില്ലല്ലോ, പിന്നെ ഞാനെന്തിനാ നിങ്ങളോട് പറയണം? നിങ്ങൾ ആരെയെ കാണണമെന്ന് വെച്ചാൽ കണ്ട് എപ്പോൾ വരണം തോന്നിയാലും വന്നോ, ഞാൻ പോവാം. അത് പറഞ്ഞ് സ്ത്രീ പോകാൻ നിന്നതും ശിവ വീണ്ടും അവളെ പിടിച്ച് ചുമരോട് ചേർത്തി. എന്നെ കാണിക്കാനാണെങ്കിലും നീ അവനോട് ഇടപെടുന്നത് എനിക്ക് ഇഷ്ടമല്ല. അതിനെനിക്കെന്താ? ഞാൻ എനിക്ക് ഇഷ്ടമുള്ളവരുടെ കൂടെ ഇടപഴകും, ചിലപ്പോൾ കൂടെ പോയെന്ന് വരും. അങ്ങനെ പോകുകൂടി നീ അവൻ്റെ കൂടെ.
ശിവ അവളുടെ കവളിൽ കുത്തിപ്പിടിച്ച് ദേഷ്യത്തോടെ ചോദിച്ചു. ആ പോകും. ഉള്ളിൽ പൊട്ടിയ പേടി അടക്കി നിർത്തി അവൾ അവനോട് വാശിയോടെ പറഞ്ഞു. അതിന് ഞാൻ വീട്ടിട്ട് വേണ്ടടി പുല്ലേ. നീ എങ്ങോട്ടും പോകില്ല. ഈ ജീവിതകാലം മുഴുവൻ എൻ്റെ കൂടെ ഉണ്ടാകും നീ. ബിക്കോസ് യു ആർ മൈ മൈൻ, ഒള്ളി മൈൻ. മനസ്സിലായോടി? ശിവ പറഞ്ഞത് കേട്ട് ശ്രീ യാന്ത്രികമെന്ന വണ്ണം അതേ എന്ന രീതിയിൽ താലികെട്ടി. ഗുഡ് ഗേൾ, എന്നാ വരാൻ നോക്ക്, ഞാൻ നിന്നെ ഡ്രോപ്പ് ചെയ്തു തരാം. ശ്രീയുടെ കവളിൽ നിന്ന് തട്ടി അതും പറഞ്ഞ് അവളുടെ നെറുകയിലൊന്ന് മുത്തി അവൻ പുറത്തേക്ക് പോയി. എന്റെ ദൈവമേ, എനിക്കിനി മരിച്ചാലും വേണ്ടില്ല. അങ്ങയുടെ വായിൽ നിന്ന് ഇങ്ങനെ ഒന്ന് കേൾക്കാൻ പറ്റിയല്ലോ. ആവൂ, എന്തായാലും കാലം എന്ത് പേടിയാ പിടിച്ചേ. കാവള് ഒട്ടും കുശുമ്പില്ല. ശ്രീ പെറുപെടുത്ത് കവള് മുഴിഞ്ഞ് അവന്റെ പിറകെ പോയി. ദിവസങ്ങൾ വീണ്ടും പോയി. ശ്യാമ അവന്റെ ജോലിയുമായി നല്ല രീതിയിൽ തന്നെ മുന്നോട്ട് പോയി. 2 ദിവസം ശ്രീ അവനോട് പിണങ്ങി നടന്നുവെങ്കിലും പിന്നെ പിണക്കൊക്കെ മാറ്റി പഴയതുപോലെ അവനുമായിട്ട് കമ്പനിയായി. ഇനി ശിവ തന്നെ പിടിച്ച് വല്ല കോഴ്സിനും കൊണ്ടുപോയി ചേർത്താലൊന്ന് പേടിച്ച് ശ്രീ ഇപ്പം നല്ല കുട്ടിയായി ഓഫീസ് കാര്യങ്ങളൊക്കെ നോക്കി മുന്നോട്ട് പോകാൻ പറ്റും. ഇപ്പോൾ ഓഫീസിൽ ജോലിക്കാര്യത്തിൽ ശിവയേക്കാൾ സ്ട്രിക്റ്റാണ് ആൾ. എന്നാലും പഴയ പോലെ എല്ലാവരും നല്ല കൂട്ടാണ്. അവളുടെ ആ മാറ്റം ശിവയെ പോലെ തന്നെ എല്ലാവരെയും അത്ഭുതപ്പെടുത്തി. പുതിയ പ്രൊജക്ടിന്റെ മീറ്റിംഗിന്റെ ഭാഗമായി ശിവയും മരുണും മെർലിനും മുംബൈയിൽ പോയതുകൊണ്ട് അവർ വരുന്നത് വരെ ശ്രീ ആയിരുന്നു ഓഫീസിലെ കാര്യങ്ങൾ ഏൽപ്പിച്ചത്. അവൻ തന്നെ കൂടെ കൊണ്ടുപോകാത്തിൽ കുട്ടിക്ക് നല്ല സങ്കടമുണ്ട്. ഒപ്പം പിന്നെ ഒരാഴ്ച അവനെ കാണാൻ പറ്റില്ല. ശിവയുടെ അവസ്ഥയും മറിച്ചല്ലായിരുന്നു. ആ പ്രോജക്റ്റ് അത്രയും മുമ്പോട്ടായതുകൊണ്ട് തന്നെ സങ്കടം കൂടില്ല. ഒരു ദിവസം വൈകുന്നേരം ശ്രീ ക്ലോസ് ചെയ്ത ഫയലൊക്കെ സ്റ്റോർ റൂമിലേക്ക് കൊണ്ടുപോകുകയായിരുന്നു. ഒരുവിധം എല്ലാവരും അവിടുന്ന് പോയിരുന്നു. സ്റ്റോർ റൂമിൽ കയറി ഫയൽ വെക്കുമ്പോഴാണ് ശ്രീയുടെ പിറകെ വന്ന സാന്ദ്ര അവൾ അറിയാതെ ആ റൂമിൽ ഡോറ് പുറത്തുനിന്ന് ലോക്ക് ചെയ്തു. ഡോറടഞ്ഞാൽ ആ റൂമിൽ വായു സഞ്ചാരമില്ലാത്തത് കൊണ്ട് അധികം നിൽക്കാൻ പറ്റില്ലെന്ന് സാന്ദ്രക്ക് അറിയാം. അതുമല്ല, ഇതൊരു ഒഴിഞ്ഞ കോർണറിലായതുകൊണ്ട് അവളിനി അതിൻ്റെ അകത്തൊന്ന് കിടന്ന് ഒച്ച വെച്ചാലും ആരും അറിയും. അതുകൊണ്ടാണ് ആരുമില്ലാത്ത സമയം നോക്കി അവൾ ഇങ്ങനൊരു കൂട്ടത്തിൽ ചെയ്തു. തൻ്റെ ലക്ഷ്യത്തിന് തടസ്സമായി വന്ന ശ്രീയുടെ പതനം കാണാൻ വേണ്ടി സാന്ദ്ര റൂം കീ കൊണ്ട് ലോക്ക് ചെയ്ത് ആരും കണ്ടില്ലെന്ന് ഉറപ്പുവരുത്തി സന്തോഷത്തോടെ അവിടെ നിൽക്കും. പെട്ടെന്ന് ഡോർ അടയുന്ന ശബ്ദം കേട്ട് ശ്രീ ഞെട്ടിത്തിരിഞ്ഞു നോക്കി. ഡോർ അടയുന്ന ശബ്ദം കേട്ടതും ഓടിപ്പിടഞ്ഞ് അതിൻ്റെ അടുത്തേക്ക് എത്തിയതും അത് പുറത്തുനിന്ന് ലോക്കായിരുന്നു. ശ്രീ പേടിയോടെ കുറെ ഉറക്കെ ഡോറിൽ തട്ടി ശബ്ദമുണ്ടാക്കിയെങ്കിലും ആരും കേൾക്കാത്തത് അവളിൽ പേടി വർദ്ധിച്ചു. കുറച്ചു കഴിഞ്ഞതും സ്ത്രീക്ക് ശ്വാസം എടുക്കാൻ ബുദ്ധിമുട്ട് തോന്നി. പതിയെ ബോധം പറഞ്ഞ് അവൾ തറയിലേക്ക് വീണിരുന്നു.